പാരമ്പര്യം മറന്ന പാതിരിപ്പാമ്പുകൾ. കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അടിരൂപതയിൽ കലശലായതിൻ്റെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ യജ്ഞത്തിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് കിടന്നുറങ്ങിയ പാതിരിപ്പയലുകളെ കാലിൽ തൂക്കിയെടുത്തു കൊണ്ടുപോയി വെളിയിൽ കളയുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സഭയിലെ മാലിന്യങ്ങളെയാണത്രേ എടുത്തു പുറത്തു കളഞ്ഞത്. സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണത്രേ പ്രാർത്ഥനാ യജ്ഞത്തിന് ശേഷം കിടന്നുറങ്ങിയ തങ്ങളെ കാലിൽ വാരിക്കൊണ്ട് കളഞ്ഞത് എന്നും പറഞ്ഞായിരുന്നു പിന്നീടുള്ള ബഹളങ്ങൾ. ആ ബഹളത്തെ തുടർന്ന് ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റ് വിശ്വാസികൾ പൊളിച്ചു കളഞ്ഞു. പോലീസുകാർക്കിട്ട് വരെ അടി കൊടുത്തു. അങ്ങനെ അടികൊണ്ട് ഒരു SIയുടെ വാരിയെല്ല് പോലും ഒടിഞ്ഞുപോയി. ഇതൊരു ക്രൈസ്തവ സഭയാണോ? വൈദികരെ പോലും ഇങ്ങനെ തല്ലിച്ചതച്ചത് ശരിയാണോ? ഇതൊക്കെ വളരെ ക്രൂരമായി പോയില്ലേ എന്ന് ചോദിക്കുന്ന വൈദികരോടും സഭാവിശ്വാസികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ കത്തോലിക്ക സഭയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണ്. അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ലായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഒരു മാനുഷിക മുഖം വന്നിട്ട് ഏതാണ്ട് 1 നൂറ്റാണ്ട് പോലും ആകുന്നില്ല. 12-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ സഭാ ജഡ്ജിമാർക്ക് അവരുടെ അധികാരപരിധിയിൽ കേസുകൾ ആരംഭിക്കുവാനും അന്വേഷിക്കുവാനും വിചാരണ ചെയ്യുവാനും ശിക്ഷിക്കുവാനും കൊല്ലുവാനും കഴിയുന്ന ഒരു കത്തോലിക്ക ജുഡീഷ്യൽ നടപടിക്രമം ഉണ്ടായിരുന്നു. ആ നടപടിക്രമത്തിൻ്റെ പേരായിരുന്നു ഇൻക്വിസിഷൻ. സഭയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത, വിശ്വാസത്തിന് എതിരായി നിന്ന ലക്ഷക്കണക്കിന് പേരെയാണ് മതകോടതി ഇൻക്വിസിഷൻ്റെ പേരിൽ പൈശാചിക രീതിയിൽ കൊന്നൊടുക്കിയത്. കാലിൽ പിടിച്ച് രണ്ടായി വലിച്ചു കീറുക, തിളച്ച എണ്ണയിൽ എടുത്തെറിയുക, തലകീഴായി കെട്ടിത്തൂക്കി മൂട്ടിൽ തീ കൊടുക്കുക, മരിക്കുന്നതുവരെ വെള്ളം കുടിപ്പിക്കുക, സിംഗക്കൂട്ടിലെറിയുക എന്നിവയൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ പാതിരികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വളരെ ചെറിയ ശിക്ഷ മാത്രമാണ്. ആ കോർപ്പറൽ പണിഷ്മെൻറ്റ് നമുക്കൊന്നുകൂടി കാണാം. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ ഇടഞ്ഞ പാതിരികളെ തളയ്ക്കുവാനായി തലശ്ശേരിയിൽ നിന്നും പ്രമുഖ ക്രൈസ്തവ കുങ്കി മാർ പാംപ്ലാനിയെ കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാറ്റിനെയും തളച്ച് കൂച്ചുലഞ്ഞിട്ട് ഉമ്മറ കുർബാന കളിപ്പിക്കും എന്നാണ് പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.